എൻ്റെ പേര് ഷൈനി. ഞാൻ ലേൺവൈസിന്റെ 2024 BA സൈക്കോളജി ബാച്ചാണ്. മുൻപ് സ്വപ്ന മാം പറഞ്ഞ പോലെ 2024 ഞാനൊരു സോഷ്യൽ മീഡിയ ആഡ് വഴി ലേൺവൈസിനെ പറ്റി കേട്ടപ്പോ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. അതില് ഫസ്റ്റ് എന്റെ കൺഫ്യൂഷൻ തന്നെ എന്റെ ഏജ് ആയിരുന്നു. കാരണം ഒരു 10-17 വർഷത്തിന് ശേഷമാണ് പഠിത്തം വീണ്ടും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പഠിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവുമോ, ഈ പ്രായത്തില് കറക്റ്റായിട്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും ടീച്ചിങ് മെത്തേഡ്, പിന്നെ ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് എനിക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ കൺഫ്യൂഷൻസോട് കൂടിയാണ് ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ജോയിൻ ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നതെന്ന്. അപ്പോ എനിക്ക് എന്റെ മെന്റർ എന്ന് പറയുന്നത് ഹനാ മാം ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മാമിനോട് ഫസ്റ്റ് ചോദിച്ചത്, മാം എനിക്ക് ഈ ഏജിൽ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും പഠിച്ചെനിക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന്. മാമിന് ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. മാം എന്നോട് പറഞ്ഞു, ഷൈനിയേക്കാൾ ഏജുള്ള ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്, അതൊരു മാറ്ററേ അല്ല, എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും അതിന് പറ്റും. എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് മാം തന്നത്. ഞാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ ലേൺവൈസിനോടൊത്തുള്ള ജേർണി. അപ്പൊ എനിക്ക് ലൈവ് ക്ലാസ്സസിലൊക്കെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കറക്റ്റ് ജോയിൻ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നില്ല. പക്ഷെ എല്ലാ ലൈവ് ക്ലാസ്സസിന്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് പോലും ഫീൽ ചെയ്തില്ല. എന്തൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഹനാ മാമിനോട് തന്നെ ചോദിച്ച് അതിന്റെ കൺസേൺ മെന്ററുമായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം PYQ അനാലിസിസ് ആണ്. ഞാൻ എക്സാം അടുത്ത് വരുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് ആ പ്രീവിയസ് ഡേ ഒക്കെ ഫുള്ള് മെറ്റീരിയൽ വായിക്കാനും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഈ PYQ അനാലിസിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് വാല്യൂ ആഡഡ് നോട്ട്. വാല്യൂ ആഡഡ് നോട്ടിൽ എല്ലാ കീ പോയിന്റ്സും അവൈലബിൾ ആണ്. ഞാൻ അത് നോക്കി പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ പ്രീവിയസ് ഡേ എക്സാമിന് വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സെക്കൻഡ് ഇയറിലെ എക്സാമിന്റെ ടൈമിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് വന്നു എനിക്ക്. കാരണം എന്റെ ഫാദറിന് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ എക്സാം എഴുതണ്ടെന്ന് വരെ തീരുമാനിച്ചു. കാരണം ഞാൻ എക്സാം ഡിസംബർ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ എക്സാമിനെ പറ്റി ആലോചിച്ച് എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ ഈ ഫാമിലി ഇഷ്യൂ, ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഹനാ മാമിനെ വിളിച്ചു. മാമിനോട് ഞാൻ പറഞ്ഞു, മാം ഞാൻ എക്സാം എഴുതുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റില്ല എക്സാം എഴുതാൻ, എനിക്ക് ഒന്നും ഓർമ്മയില്ല മാം, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ മാം എന്നോട് പറഞ്ഞു, ഷൈനി എന്തായാലും എക്സാം എഴുതണം, ഷൈനിക്ക് എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റും, കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് മാം എന്റെ കട്ട സപ്പോർട്ട് തന്നെ എന്റെ കൂടെ വന്നു എന്ന് പറയാം. അപ്പൊ ശരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഈ ലേൺവൈസിൽ എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ ആണ്. അതിൽ ഞാൻ അക്ഷര മാമിന്റെ 2-3 സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഈ സംസാരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയതും മാമിന്റെ സെഷൻ അതിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹനാ മാമിനോടും അക്ഷര മാമിനോടും ഞാൻ എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഇതിൽ തന്നെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അധികം ടൈമിന്റെ ഒരു കുറവ് കൊണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട് ഇതിൽ, അതെനിക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ 3 വർഷത്തെ ജേർണിയിൽ ഞാനിവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളൊരു പഠനം, അതിനാണ് എന്നെ ലേൺവൈസ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എന്തൊരു കാര്യവും പഠിക്കുമ്പോൾ ഇനിഷ്യലി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞായിരിക്കും വരിക. അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമും ഇതുപോലത്തെ ഒരു ടീമും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കൊരു കുറച്ച് നമ്മളൊന്ന് വീക്കായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കോള് വരും നമ്മുടെ മെന്ററുടെ. കാരണം എന്റെ മെന്റർ ഹനാമ മാം വിളിക്കും, ഷൈനി എന്ത് പറ്റി ഈ ആഴ്ച അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ലല്ലോ, അപ്പം വിളി വരും. നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ കുറച്ചെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ബൂസ്റ്റ് ആയി കിട്ടും. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്ക് ലേൺവൈസിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പേരെ കേൾക്കാനുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അവസാനമായിട്ട് പറയാനുണ്ട്. ഞാൻ 2 വർഷം കഴിയുമ്പോൾ
വീണ്ടും ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറയും ഞാനിപ്പോ MA സൈക്കോളജി ഫൈനൽ ഇയർ ആണെന്ന്. അത്രയും കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.